സ്പ്ലിറ്റ് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക മറ്റ് ദേവസ്വം ക്ഷേത്രങ്ങളിലും സ്വർണം ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ കാര്യത്തിൽ ഭക്തർക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇതെല്ലാം സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ. ഇപ്പോൾ രാജമാണിക്യം നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ശബരിമല കൊള്ളയെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതില്ലേ? ഇനി സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്തായിരിക്കും? തീർച്ചയായും ഇതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്രയേറെ തട്ടിപ്പുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം പോലും നമ്മളൊക്കെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ സമാനമായ രീതിയിൽ ശബരിമലയിൽ മാത്രമല്ല സമാനമായ രീതിയിൽ ചെറുതും വലുതുമായ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ചെറുതും വലുതുമായ ഈ രീതിയിലുള്ള സംഭവങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ല മറ്റ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംഭവിക്കുന്നുവെന്നത് സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇത് കൃത്യമായ കണക്കുകൾ തന്നെ ഒരിടത്തും ഒരു ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങൾ പോലും നിലവിലില്ല എന്നാണ് ഏറ്റവും പ്രധാനം. പലരും ഇത് സംബന്ധിച്ച് പിന്നീട് പല അന്വേഷണ കമ്മിറ്റികളും സമിതികളും ഉദ്യോഗസ്ഥരുമൊക്കെ കണ്ടെത്തിയത് സംവിധാനങ്ങളൊന്നും തന്നെ, അതായത് ഏത് രീതിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ക്രയവിക്രയം നടക്കുമ്പോഴൊന്നും തന്നെ രേഖകളൊന്നും കൃത്യമായി സൂക്ഷിക്കില്ല, ഒന്നിനും ഒരു വ്യക്തതയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണ കൊള്ളക്കടത്ത് അടക്കമുള്ള പല സംഭവവികാസങ്ങളും ഉണ്ടാകുന്നത്. അത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ സംബന്ധിച്ചാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയും ദേവസ്വം സെക്രട്ടറിയോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇത് സംബന്ധിച്ച് കേരളത്തിലെ ഏറെക്കുറെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വിശദമായി പരിശോധന നടത്തിയ ശേഷമാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് നിലവിലൊരു ഒറ്റ ക്ഷേത്രത്തിൽ പോലും എന്തൊക്കെ സ്വത്തുക്കളുള്ളത്, അതായത് ഇത് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന സ്വത്തുക്കൾ എത്ര, സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന സ്വർണം എത്ര എന്നതിന് കൃത്യമായ കണക്കില്ല. അതുകൊണ്ടാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നിലവിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കൾ ഡിജിറ്റലൈസ് ചെയ്യുക. അതിനുശേഷം ഇനി ഇത് എങ്ങനെ സംരക്ഷിക്കാമെന്നതിന് മാർഗരേഖ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ദേവസ്വം മന്ത്രിക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി സർക്കാരിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ ഇതിന് ക്യാബിനറ്റിൽ പോകണം. അപ്പോൾ മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകണം. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF ഏറ്റവും കൂടുതൽ ആയുധമാക്കിയിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അധികാരത്തിലേത് 3 മാസമായിട്ട് ആ ഒരു വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് BJP വളരെ ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്, വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സർക്കാർ പറയുന്ന ന്യായീകരണം ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്, സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ഇനിയും ഈ ക്ഷേത്രങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എത്രയും വേഗം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. ഇനി ഈ ക്യാബിനറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ക്യാബിനറ്റ് ഇത് അംഗീകരിക്കണം. ഇനി ഈ ക്ഷേത്രങ്ങളുടെ മുഴുവനും സ്വത്തുക്കളുടെ വിവരമൊക്കെ തിട്ടപ്പെടുത്തുക, അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മുഴുവൻ ക്ഷേത്രങ്ങളും ഇതിൻ്റെ ചിലവുകളൊക്കെ അതാത് ക്ഷേത്രങ്ങൾ വഹിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് നമുക്കറിയാം ദേവസ്വം ബോർഡിലെ പല ദേവസ്വം ബോർഡിലും ക്ഷേത്രങ്ങളൊക്കെ എത്രത്തോളം സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്രയേറെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഇത് സർക്കാർ തന്നെ നൽകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ കഴിയുന്നതല്ല, അത്രയേറെ ശ്രമകരമായൊരു ദൗത്യമാണ്, അത്രയേറെ നാളുകൾ എടുക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇത്രയേറെ ഇനി ഈ പ്രാഥമികമായ രീതിയിൽ ഈ കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തുമ്പോഴാകും അറിയുക എത്രയൊക്കെ സ്വത്തുക്കൾ എവിടെയൊക്കെ പോയി നഷ്ടപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വലിയ കണക്കുകളും വലിയ വെളിപ്പെടുത്തലുകളും ഒക്കെയാകും ഇനി വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകും. എന്തായാലും ഈ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം നൽകിയ ഈ റിപ്പോർട്ട്, ഈ മാർഗരേഖ ഉണ്ടാകണമെന്നുള്ള സംബന്ധിച്ച് അദ്ദേഹം ആ റിപ്പോർട്ടിൽ നൽകിയ ശുപാർശകളൊക്കെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ഇനി ഇതിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്.